വാ മോളെ. തരുണിന്റെ അച്ഛൻ്റെ സമ്പാദ്യമാണ് ഇതൊക്കെ. ഇതേറ്റവും നന്നായി ഉപയോഗിച്ചത് തരുണ. സിവിൽ സർവീസിന് പോകാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഈ മുറിയായിരുന്നു അവൻ്റെ ലോകം. ഈ പുസ്തകങ്ങളായിരുന്നു അവൻ്റെ കൂട്ടുകാരൻ. ഈ മുറിയിൽ അവൻ്റെ കമ്പ്യൂട്ടറുണ്ട്, വൈഫൈ കണക്ഷനുണ്ട്. ലോകത്തിലുള്ള ഏതറിവും നിന്റെ വിരൽത്തുമ്പി കിട്ടും. മനസ്സുകൊണ്ട് നീ തയ്യാറെടുത്താൽ മാത്രം മതി. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീ LLB കഴിഞ്ഞവളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഏതെങ്കിലും വക്കീലിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് തുടങ്ങിയോണ്ട് മാത്രം നിനക്ക് നിന്റെ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കഴിയില്ലെന്നല്ല, അതിന് സമയവും കാലവും എടുക്കും. ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്ന, അന്തസ്സുള്ള വരുമാനവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഒരു ജോലി വേണം നിനക്ക്. അടുത്ത UPSC എക്സാം എഴുതണം. നിനക്കതിന് സാധിക്കും. വിജയിക്കാനും കഴിയും. അത് കഴിയുന്ന ദിവസം മാത്രമേ തരുണെല്ലാ സത്യങ്ങളും അറിയാൻ പാടുള്ളൂ. നിന്റെയും മോളുടെയും സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ് മോളെ. ആയിക്കോട്ടെ. ആ ഓക്കെ. സർ. ആ വിക്രം, സാർ എന്നോട് പറഞ്ഞില്ലേ ജയിലിലെ ജീവിതം ഒരു ട്രെയിനിങ് സെഷനായിട്ട് കാണണമെന്ന്. ഞാനത് തീരുമാനിച്ചു. ഇടയ്ക്ക് മുടങ്ങിപ്പോയ പഠനം വീണ്ടും തുടരണം സർ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ മുന്നിൽ കാണിക്കാൻ എനിക്ക് നേട്ടത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അച്ഛൻ്റെ ഏക സ്വപ്നം അതായിരുന്നു. എന്തെങ്കിലും നേടിക്കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല സർ. താൻ സീരിയസ് ആയിട്ടാണോ? അതെ സർ. ഇവിടെ നിന്നിറങ്ങി അച്ഛനെയും വേദയും കാണുമ്പോൾ ഒരു പുതിയ ജീവിതത്തിനുള്ള അടിത്തറ ഒരുക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയെന്ന് അവർക്ക് തോന്നണം. ആ അതെ, ജയിലിലൊരു നല്ല ലൈബ്രറി ഉണ്ട്. നാളെ മുതൽ തനിക്കതിൻ്റെ ചാർജ് തരാം. പഠിക്കാൻ ഏറ്റവും നല്ല അന്തരീക്ഷം പുസ്തകങ്ങൾക്ക് പോലെ. ആ പഠിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും ഞാൻ എത്തിച്ചേരാം. തുടങ്ങിക്കോ. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കോളാം. താങ്ക് യു സർ. ഒരാളുടെ വിജയം എപ്പോഴും അയാളുടെ തീരുമാനങ്ങളാണ് വിക്രം. ഇപ്പോഴാണ് നിന്റെ ഡിസിഷൻ കറക്റ്റായത്. കൺഗ്രാജുലേഷൻ. ദൂരങ്ങൾ തേടും
എന്നമ്മയോ കാണാതീരം തിരതേടും ദൂരം കഥയോ കാതോരം ഉയിരേ മായാതീരം നോവാറും നേരം ഇടരാതുലയാതെ ഉയരേ ഹലോ ഹലോ അച്ഛാ അച്ഛാ ഞാനാ. മോളെ നീ എവിടെയാ? അച്ഛാ അച്ഛൻ എക്സൈറ്റഡ് ആവാതെ. എന്റെ കോള് വന്നു എന്ന് ആരും അറിയരുത്. അമ്മയോട് പോലും പറയരുത്. മോളെ എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നു. ആരോടും പറയാതെ എവിടെയാ നീ ഒളിച്ചിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? ഇനി നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് അച്ഛനെ ഉടനെ കാണണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എവിടെയാ ഉള്ളത്? ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. ഞാനിപ്പോ മസൂറിയിലാണ്. ഏ? മസൂറിയിലോ? അതെ, ഐ മീൻ മൈ ട്രെയിനിങ് പീരീഡ്. ട്രെയിനിങ്? അതും മസൂറിയിൽ? അതെ, സിവിൽ സർവീസ് തന്നെ. വേദ, വാട്ട് ആ ഗുഡ് ന്യൂസ്. ആരും അറിയരുത്, ആരോടും പറയരുത്. ഉടനെ നേരിൽ കാണണം. ബാക്കി അപ്പ പറയാം. ഞാൻ വെക്കാണേ. അച്ഛാ എക്സൈറ്റഡ് ആവരുത്. എന്റെ കോള് വന്നു എന്ന് ആരും അറിയരുത്. അമ്മയോട് പോലും പറയരുത്. ഏതൊരച്ഛനും അഭിമാനത്തിന്റെ നിമിഷമാണിത്. മകൾ സ്വന്തം നിലയിൽ പഠിച്ച് ഇങ്ങനൊരു നിലയിലെത്താൻ ശ്രമിക്കുക. പക്ഷേ അതിൽ ആനന്ദിക്കാൻ എനിക്കാവുന്നില്ലല്ലോ മോളെ. ഞാൻ നേരത്തെ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. ഇത്രയും കാലം എന്നെ പോലും അറിയിക്കാതെ ഇങ്ങനെ മറഞ്ഞു നിന്ന് എന്തിനാണ്? അത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ അറിയാലോ. എങ്കിലും ആ കുഞ്ഞവിടെ? നീ പ്രഗ്നന്റ് ആയിരുന്നുവെന്ന് ശ്രീകാന്ത് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ശ്രീകാന്തും ദർശനം ഇപ്പൊ ഒറ്റ സംഘമാണ്. അവർ നിന്നെയും കുഞ്ഞിനെയും ആക്രമിക്കുമെന്ന ഭയമാണ് നിന്നെ ഇങ്ങനെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞവിടെ? പറയുകയാണെങ്കിൽ ഒരുപാട് പറയണോ അച്ഛാ? ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛന് തൃപ്തിയാവില്ല. ഒരു 100 ചോദ്യങ്ങൾ അച്ഛന് അതിനെപ്പറ്റി ചോദിക്കാനുണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാത്തിനും ഉത്തരം പറയാൻ എനിക്കാവില്ല. എന്നുവെച്ചാൽ ഒരിക്കൽ ഞാൻ വിശദമാക്കാം. ആ അച്ഛനിരിക്കും. എക്സ്ക്യൂസ് മീ. അച്ഛന് കോഫി അല്ലേ? 2 coffees please. ഓക്കെ മാഡം. വിക്രത്തിന്റെ കാര്യത്തില് അച്ഛൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണമെങ്കിൽ അത്ര സ്ട്രോങ് ആയ തെളിവ് വേണം. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷേ അത് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ശ്രീയേട്ടൻ ഇപ്പോഴും പിന്നാലെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം.
ഇനി കുറച്ചു കാലത്തേക്ക് അത് ഒഴിവാക്കണം. അത് വിദഗ്ധമായി അച്ഛൻ തന്നെ നിർവഹിക്കണം. ഞാൻ എന്ത് ചെയ്യണം? പറയാം. തീക്കൊള്ളി കൊണ്ട് ചൊറിയും പോലെ ഇതൊരു തെറ്റായ നീക്കമാവൂ? ഒരിക്കലുമില്ല. അച്ഛൻ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അച്ഛാ, എനിക്ക് സമയമില്ല, ക്ലാസ് ഉണ്ട്. കുറച്ച് നാളും കൂടി കഴിഞ്ഞ് ഫൗണ്ടേഷൻ കോഴ്സ് കഴിയും. പിന്നെ സ്ട്രെയിറ്റ് അലോട്ട്മെൻറ്റും ഫീൽഡ് ട്രെയിനിങ്ങുമാണ്. പിന്നെ വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. അത് കഴിഞ്ഞാൽ കുറച്ചു കാലം സെൻട്രലിൽ ഒരു തപസ് പോലെ ഈ കാലയളവിലൂടെ കടന്നു പോവാൻ തുടങ്ങുകയാണ് ഞാൻ. എനിക്ക് പുറകെയുള്ള എല്ലാ അന്വേഷണങ്ങളും കുറച്ചു കാലത്തേക്ക് നിലയ്ക്കണം. അതിനച്ഛൻ ഞാൻ പറഞ്ഞത് ചെയ്യണം. വരട്ടെ. ഇത്ര ദൂരോടെ വന്നിട്ടും നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ വിക്രമനെ കാണണം. ഈ ഭൂമിയിലെ ഏതോ ഒരു മൂലയിൽ വേദ കാത്തിരിപ്പുണ്ടെന്ന് പറയണം. ഒരുപാട് സർപ്രൈസുകളുമായി ഞാൻ തിരിച്ചെത്തുമെന്നും പറയണം. നമ്മൾ തമ്മിൽ കണ്ട കാര്യം പക്ഷെ ആരും അറിയരുത്. ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചോളാം. വരട്ടെ. എന്താ നീ കാണണമെന്ന് പറഞ്ഞത്? ബഹുമാന്യനായ പിതാശ്രീ, അങ്ങയുടെ ഈ മകനെ ആ രാജകൊട്ടാരത്തിലേക്ക് കയറ്റാറില്ലല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവുള്ള ഉണർത്തിക്കാൻ തോന്നിയപ്പോൾ വഴിയേരിയിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്നു. ക്ഷമിക്കണം. പരിഹസിക്കാൻ നിൽക്കാതെ കാര്യം പറയാം. അയ്യോ, ഞാൻ പരിഹസിച്ചതൊന്നും അല്ല. നിങ്ങളൊക്കെ കൂടി എന്നെ പരിഹാസ്യനാക്കുന്നുണ്ടല്ലോ എന്ന് തോന്നിയപ്പോൾ ഒന്ന് കണ്ടുപോകാന്ന് കരുതി. നിങ്ങളൊരു യാത്ര പോയി വന്നു എന്നറിഞ്ഞു. അത് വടക്കോട്ടായിരുന്നു എന്നും മനസ്സിലായി. മകളെ രഹസ്യമായിട്ട് കാണാൻ പോയതാണെന്ന് സംശയം തോന്നി. അത് നേരിട്ട് വന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നതാ. അതിന് അവളുടെ പിന്നാലെ അലയുന്നത് ഞാനല്ലല്ലോ, നീയല്ലേ? എത്രയോ നാളുകളായി നീ അത് ചെയ്യുന്നു. ആ നീക്കങ്ങളൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ കരുതിയത്? എങ്ങനെ മനസ്സ് വരുന്നടാ? ഏതായാലും സ്വന്തം ചോരയല്ലേ. അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോഴും ഭൂമിയിൽ ജീവനോടെ ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ ഭാഗത്തൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നാ? കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഉടനെ മുത്തശ്ശൻ്റെ കമ്പനികൾ നോക്കി നടത്താൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. നിങ്ങൾ ജഡ്ജായതുകൊണ്ട് ബിസിനസിൻ്റെ ഒരു തലവേദന നിങ്ങൾ ഏറ്റെടുത്തില്ല. എന്നെ സഹായിക്കാൻ എല്ലാ കാലത്തും അങ്കിളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എല്ലാ ബിസിനസ്സുകളും വളർത്തി വലുതാക്കിയപ്പോൾ അങ്ങേരുടെ ഒടുക്കത്തെ ഒരു വില്ല്. അങ്ങനെ ഒരു വില്ലിൻ്റെ കാര്യം നിങ്ങളെന്നോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ യൗവനം മുഴുവനും ഞാൻ ആ കമ്പനിയിൽ ഹോമിക്കുമായിരുന്നു. നോക്കി നടത്താനും വളർത്തി വലുതാക്കാനും ഞാൻ. എന്നിട്ടോ അവകാശം മുഴുവനും ഏതോ തെണ്ടിക്ക് വേദയിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനും. അങ്ങനെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ ഞാൻ അനുവദിക്കുവോ അച്ഛാ? അങ്ങനെ ഒരു കുഞ്ഞ് ഇനി പിറക്കാൻ പോകുന്നില്ലെങ്കിലും അങ്ങനെ വരട്ടെ. അപ്പോ അച്ഛൻ അവളെ കണ്ടെത്തിയല്ലേ? ഇല്ല, കണ്ടെത്താൻ പരിശ്രമിച്ചു, നടന്നില്ല. പക്ഷേ അങ്ങനൊരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ കുഞ്ഞുമായിട്ട് ഇവിടെ എത്തുമായിരുന്നു. അതെനിക്ക് ഉറപ്പുണ്ട്. ഇനി ഏതായാലും നിങ്ങൾ അതിന് കാത്തിരിക്കണ്ട. ആ സാധ്യത ഇല്ലാതായി കഴിഞ്ഞു. ദില്ലിയിൽ ഗർഭിണിയായ നിലയിൽ അവളെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. ദില്ലിയിലെ ആശുപത്രി വെച്ച് അവളോട് സാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെയും കണ്ടിരുന്നു. പക്ഷേ പേര് വേദ എന്നായിരുന്നില്ല. അത് മനഃപൂർവ്വം അവൾ മാറ്റിയതായിരിക്കും. പക്ഷേ ആ കുട്ടിയെ പ്രസവിക്കുന്നത് വരെ എൻ്റെ ആളുകൾ കാവലുണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനനത്തിലേ മരിച്ചുപോയെന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ രേഖ ലഭിച്ചു.
എന്താ ആലോചിക്കുന്നത്? മകളുടെ കുഞ്ഞിന് ഇനി എങ്ങനെ ഇതെല്ലാം കൈമാറുമെന്നാണോ? ശ്രീകാന്തേ, ജീവിതത്തിന്റെ അവസാന ലാപ്പിലാണ് ഞാൻ. ഇത്രയും കാലം ബിസിനസ് സ്ഥാപനങ്ങളും സ്വത്തുക്കളും സ്വന്തമാക്കാൻ കൂടെ നിന്ന നിന്റെ ചന്ദ്രശേഖരൻ അവസാനം എന്ത് നേടി? ആ, ഒരു ബുള്ളറ്റിൽ അവസാനിച്ചില്ലേ? നാളെ എന്നെയും കാത്തിരിക്കുന്നത് അങ്ങനൊരു ബുള്ളറ്റ് അല്ല എന്ന് ആരറിഞ്ഞു? നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ആ സ്ഥാപനങ്ങളെല്ലാം നീയും കൂടി ചേർന്ന വളർത്തി വലുതാക്കിയത്. അതിന് മുത്തശ്ശന്റെ ബില്ലിൽ നിനക്ക് അർഹമായ വിഹിതം ഉണ്ടായിരുന്നു. പക്ഷേ നിനക്കത് പോരായിരുന്നു. നിന്റെ ആർത്തിയെ ചന്ദ്രശേഖരൻ ഊതി കത്തിച്ചു. അയാൾ പോയപ്പോൾ ഒരിക്കലും ഇങ്ങനെയാവില്ലെന്ന് ഞാൻ കരുതിയ ദർശനം അതേ റോൾ ആവർത്തിക്കുന്നു. ശ്രീകാന്തേ, വേദ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇനി അവൾ എപ്പോഴാണ് എങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്നും അറിയില്ല. ആ. അതുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനങ്ങളെപ്പറ്റി മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം ഞാൻ നടപ്പാക്കാൻ പോവാ. വില്ല് പ്രകാരം അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ, മനസ്സിലായില്ല. വേദയ്ക്കൊരു കുഞ്ഞില്ലാതിരിക്കുകയും സ്ഥാപനങ്ങൾക്കൊരു അവകാശം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവയുടെ നടത്തിപ്പ് അവകാശം ഒരു ഇൻ്ററിം പീരീഡിലേക്ക് കുടുംബം നിശ്ചയിക്കുന്ന ഒരു അവകാശം ഏൽപ്പിക്കാമെന്നും ആ കാലയളവിന് ശേഷം അതേ ആൾക്ക് അവകാശം സ്ഥിരപ്പെടുത്തി കൊടുക്കണമെന്നുമാണ് വില്ലിലെ ക്ലോസ്. അതൊക്കെ എനിക്കറിയാം. സ്ഥിരാവകാശത്തിന് മുന്നോടിയായി ആ സ്ഥാപനങ്ങൾ ഒരു ഇൻ്ററിം പീരീഡിലേക്ക് ഞാൻ നിനക്ക് എഴുതിത്തരാൻ പോവാ. അതിനുശേഷം അത് സ്ഥിരമായി നിനക്ക് തന്നെ വന്നു ചേരും. എന്റെ പൊന്നു പിതാശ്രീ, ഈ പണി ഇത്തിരി മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുകൾ ഒഴിവാക്കാമായിരുന്നു. ആ തെണ്ടി വിക്രമൻ നിന്ന് ഞാൻ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് മുഴുവൻ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. ഏതായാലും ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. രജിസ്ട്രേഷന്റെ തീയതി സമയവും ഞാൻ അറിയിക്കാം. ഒപ്പിടാനായിട്ട് എത്തിയാൽ മതി. ഉറപ്പ്. വരട്ടെ. വാ വാ, ഓടി വാ. മിടുക്കി കുട്ടിയായല്ലോ. ഇതെന്താ നോക്കി? സാമനന്തരഖേ. എന്തെങ്ങനെ നോക്കുന്നേ? ഹായ് വേദ. ആ ഹായ്. അച്ഛൻ്റെ മോളുവാ. നമുക്ക് ഉള്ളിൽ പോയി കളിക്കാം കേട്ടോ. ഇതെന്താ കയ്യില്? വാ മോളെ, വാ കേറുക.
പോസ്റ്റിംഗ് ഓർഡറാ തമിഴ്നാട്ടിൽ. പക്ഷേ മോളിവിടെ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ എന്തിനാ? ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ശരിയാവും. അമ്മയില്ലേ ഇവിടെ? വാ മോളെ.